ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ഉഗ്രം കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ കറി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 3 മണിക്കൂർ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ചെറിയ ക്യാരറ്റ്, 3 ഉരുളക്കിഴങ്ങ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നികക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു വിസിൽ വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ചെറിയ സവോള, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 7-8 പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് മുളക് പൊടി ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയല്ല. എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അതുകൊണ്ട് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിക്കാൻ നേരം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ മസാലയിൽ ഉപ്പ് ചേർക്കാവൂ. ഇപ്പൊ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട. ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി. നിങ്ങൾ മുളക് പൊടി ചേർക്കണമെന്നില്ല. ഇത് മുളക് പൊടി ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയല്ല. ഞാൻ ചുമ്മാ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ പച്ചമണം മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗ്രീൻ പീസും വെജിറ്റബിളും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് നോക്കണം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കറി ഏകദേശം റെഡിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 പാല് തന്നെയാണ് ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം കുക്ക് ചെയ്യാൻ പാടില്ല. തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി വരികയെ ചെയ്യാവൂ. ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. ഇത് അടച്ചു വെച്ച് 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നുപയോഗിക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. പലരും പല സ്റ്റൈലിലാണ് ഗ്രീൻ പീസ് കറി വെക്കുന്നത്. എൻ്റെയൊക്കെ വീട്ടിൽ ഈ ഒരു രീതിയിലാണ് ഗ്രീൻ പീസ് കറി വെക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.